പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും കൺസിഡറേഷനും, ആത്മവിശ്വാസവും കരുതലും, മറ്റുള്ളവരെ കരുതുന്നത്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തെ എത്രത്തോളം വളർത്തും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഈ അല്പസമയം നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷമാകണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപരൻ്റെ, മറ്റവൻ്റെ, സഹോദരൻ്റെ, സുഹൃത്തിൻ്റെ, മാതാപിതാക്കളുടെ, നമ്മളായിരിക്കുന്ന മേഖലകളിലെ വ്യക്തികളുടെ വികാരങ്ങളും എമോഷൻസും മനസ്സിലാക്കാൻ സാധിക്കുക, അത് വലിയൊരു കാര്യമാണ്. വികാരങ്ങൾ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. എമോഷൻസ്, ദേഷ്യം, സന്തോഷം, സങ്കടം, ഇതൊക്കെ എമോഷൻസാണ്. ഇത് നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. പക്ഷെ വികാരങ്ങളാകട്ടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കണം. ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നമുക്ക് ബഹുമാനിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ പറയില്ലേ, ഐ റെസ്പെക്റ്റ് യു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമുക്കും ആ നിലയിലേക്ക് വളരാനായിട്ട് സാധിക്കണം. ഹെലൻ കെല്ലർ പറയുന്നത്, ഒരു പൂന്തോട്ടത്തിൽ മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാകാം, ആ പുഷ്പങ്ങളിൽ നിന്ന് വരുന്ന സൗരഭ്യം ഉണ്ടാകാം. നമ്മൾ ആ പൂന്തോട്ടത്തിൽ പോകുന്നുമില്ല, നമ്മൾ ആ പൂന്തോട്ടത്തിൽ നിന്ന് പുഷ്പങ്ങളെ പറിച്ചെടുക്കുന്നുമില്ല. പക്ഷേ നമ്മളറിയാതെ തന്നെ നമുക്ക് ചുറ്റും അതിൻ്റെ സൗരഭ്യം, അതുപോലെ സുഗന്ധം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഇതായിരിക്കണം ഓരോ വ്യക്തിയും എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. നമുക്ക് അതിന് സാധിക്കണം. അതായത് മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വളർച്ചയ്ക്ക് കാരണം. കൽക്കട്ടയിലെ മദർ തെരേസ, നമുക്കറിയാം, ആതുര ശുശ്രൂഷയിലൊക്കെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു വ്യക്തിയാണ് കൽക്കട്ടയിലെ മദർ തെരേസ. അവർ പറയുന്നത്, കരുതല്, പരസ്പര സ്നേഹം, അല്ലെങ്കിൽ അപരനിലേക്കുള്ള സ്നേഹം, അത് തിരിച്ചു വരുവാൻ കൂടിയുള്ളൊരു മാർഗമാണെന്നാണ്. അപ്പം നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവോ, കൽക്കട്ടയിലെ മദർ തെരേസയുടെയൊക്കെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ചെല്ലാനുള്ള ത്വര. അതുകൊണ്ടാണ് അൽബേനിയയിൽ നിന്ന് അവൾ കൽക്കട്ടയിലെ തെരുവുകളിൽ വന്ന് എല്ലാ രോഗികളെയും ആശ്ലേഷിക്കുകയും തൻ്റെ തിരുവസ്ത്രത്താൽ തന്നെ, ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്താൽ തന്നെ കഴുകി വൃത്തിയാക്കുകയും കുഷ്ഠരോഗികളൊക്കെ ചുംബിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത്രത്തോളം വലിയ വ്യക്തിത്വത്തിലേക്ക് വളരണം. ദൈവത്തോളം വളരണം, മനുഷ്യനോളം താഴണം. ഇതാണ് കൽക്കട്ടയിലെ മദർ തെരേസ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ച ആ വലിയ സത്യം. നമുക്കത് അങ്ങനെ സാധിക്കുമ്പോഴാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളുടെ പണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ നമുക്കത് കൊടുക്കാനില്ലായിരിക്കാം. പക്ഷേ നമ്മളവരെ കേൾക്കുന്നുണ്ട്, നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളവരെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളവരെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു നോക്കിയേ, അല്പനേരം അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ആ മഹാഭാഗ്യം ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വ്യക്തിബന്ധങ്ങളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ അകന്നുപോയവരെ, അകറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം അവർ. നമ്മുടെ ഒരു സ്നേഹത്തോടെയുള്ളൊരു നോട്ടം കൊണ്ട് തന്നെ ഒരുപാട് വ്യതിചലനങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം, നമുക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവരായിട്ട് തീരണം. നമ്മളിൽ നിന്ന് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവരായിട്ട് സാധിക്കണം. നമുക്ക് മറ്റുള്ളവർക്കായിട്ട് ബഹുമാനം തോന്നണം. അപരൻ്റെ കുറവുകൾ, ഈ കുറവുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലേ, ലിമിറ്റേഷൻസ്, പരിമിതികൾ, ഇതൊന്നും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടുന്നവരാകരുത്. മറിച്ച് എല്ലാവർക്കും ഉണ്ട് കുറവുകൾ. ദൈവം ആരെയും
പൂർണ്ണനായിട്ട് സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അപ്പം അപരസ്നേഹം അല്ലെങ്കിൽ കരുതൽ, D.H. ലോറൻസ് എന്ന ചിന്തകൻ പറയുന്നത് അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ടു ബി ലേൺഡ്. അത് നമ്മൾ പഠിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റു കാര്യങ്ങളെപ്പോലെ, മറ്റു എമോഷൻസിനെ പോലെ ഒന്നും കടന്നു വരുന്നതല്ല, മറിച്ച് അവരിലേക്ക് ചെല്ലുന്നത് നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം. അതല്ലേ കൽക്കട്ടയിലെ തെരേസയൊക്കെ പറഞ്ഞ്, അവളുടെ ജീവിതത്തിലൊരു ചിന്തയായിരുന്നു അത്. എന്താണ്? മറ്റുള്ളവർക്ക് സേവനം കൊടുക്കണം. അതിന് പറ്റിയൊരു മേഖല തനിക്ക് കണ്ടെത്താൻ സാധിക്കണം. അധികാരികളുടെ അനുവാദത്തോടെ ആ മേഖല കണ്ടെത്തി അവർ ഇറങ്ങി ചെല്ലുമ്പോഴാണ്, ബൈബിളിൽ യാക്കോബ് ശ്ലീഹ പറയില്ലേ, നമ്മൾക്ക് വിശ്വാസം മാത്രം ഉണ്ടായ പോരാ, അത് പ്രവൃത്തിയിൽ വരുത്തണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വീക്ഷണങ്ങളുണ്ട്, പക്ഷേ നമ്മളെന്ന് വെൻ ഇറ്റ് ബിക്കം പ്രാക്ടിക്കൽ, അത് പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ് അത് ഒരു അനുഭവമായിട്ട് തീരുക. ആശയത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയില്ലേ. അപ്പം നമ്മൾ ഈ നിമിഷം തുടങ്ങി, ഇപ്പം നമ്മളിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവർക്ക് വേണ്ടി ജീവിക്കാൻ തോന്നിത്തുടങ്ങുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തോന്നിത്തുടങ്ങുക. ഇത് അവരിലേക്ക് ചെല്ലാനായിട്ട് നമ്മളെ സഹായിക്കും. അവരുടെ ഇമോഷൻസ്, അവൻ്റെ ഫീലിങ്സ്, അതിനൊരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ഇപ്പം ഞാനാകുന്ന വ്യക്തി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചുറ്റുപാടുകൾ, ഇതിനേക്കാൾ ഉപരി 4 തലമുറയുടെ ആകെത്തുകയാണ് ഞാനെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കണേ, എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് അവന് വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിശ്വാസികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പ്രകാരമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ എല്ലാവരോടും കരുണ കാണിക്കുന്നത്. കാരണം നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് യഥാർത്ഥ കാരണം ദൈവത്തിനെ അറിയൂ. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതാണ്. നമ്മൾ ഈ നിമിഷം മുതൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവരായിട്ട് തീരുക, അവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്നവരായിട്ട് തീരുക. മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് കരുതലുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരന് കൊടുക്കുന്നവരായിട്ട് തീരുക. അപരനായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഒരുപാട് വളർത്തും ഉയർത്തുമെന്നുള്ള ആ വലിയ വിശ്വാസം, ബോധ്യമുണ്ടാകുവാനായിട്ട് ഇന്നത്തെ ഈ അല്പസമയം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് കടന്നു വരുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.